നമ്മുടെ മുന്നിലിരിക്കുന്ന ഇപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റ് ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ ഒരു പക്ഷേ ജസ്റ്റ് ലൈക്ക് ഹൗ യുവർ ഡാഡ് സോ ഡ്രീം, ഇതുപോലെ ഡ്രീം കാണുന്ന ഒരുപാട് പേരൻസ് ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവരുടെ മക്കളെയും ഇതേപോലെ സിവിൽ സർവീസിൽ അയക്കണം, ഇപ്പം ഇതേപോലെ ഒരു പക്ഷേ എന്തെങ്കിലും എൻ്റെ മകനും ഒരു ഡിപ്ലോമാറ്റ് ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇന്നലെ ശ്രീവിദ്യയുടെ അതനുസരിച്ച് കുറെ പേരൻസും കുട്ടികളും വന്നിരുന്നു. അപ്പൊ അവരോട് ഞാൻ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഞങ്ങൾക്ക് ഈ പരീക്ഷ എഴുതുമ്പോൾ വേറെ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. IIM IIT പ്രൈവറ്റ് സെക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദി ഓൺലി ചോയ്സ് വാസ് ഫോർ us to either join the civil service or become a teacher in a college. കഴിഞ്ഞ വേറൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് കിട്ടി, അതുകൊണ്ട് become an ambassador. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഓപ്പർച്യൂണിറ്റീസ് ആർ മെനി മോർ. ഇപ്പോൾ IIM പാസ്സായാൽ 12 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്ന ജോലികൾ കിട്ടും. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് സിവിൽ സർവീസ് ഈസ് മോസ്റ്റ് ഡിസൈറബിൾ പ്രൊഫഷൻ എന്ന് ഞാനിപ്പോഴും പറയും. കാരണം ഒരു 5-6-7 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരാൾ ഡിസ്ട്രിക്ട് കളക്ടർ ആണെന്ന് വെച്ചോ, he is only 28 or 29, and imagine the kind of things he can do for the society. But do you think പലപ്പോഴും ഒരു സിവിൽ സർവന്റ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പൊളിറ്റിക്കൽ എന്താ പറയാ ഈ ഒരു അയൺ ഹാൻഡ് ഉള്ളത് നമ്മുടെ ഒരു പ്രോഗ്രസിന് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് വരുന്നുണ്ടെന്ന് സാറിന് എപ്പോഴും തോന്നിയിട്ടില്ല? പക്ഷെ ഇന്നലെ അത് എന്നോട് പലരും ചോദിച്ചു, ഹൗ ക്യാൻ ദേ റെസിസ്റ്റ് പൊളിറ്റീഷ്യൻസ് ഇൻഫ്ലുവൻസ്? അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഇത്രയും സെക്യൂർ ആയിട്ടുള്ളൊരു ജോബ് ഇല്ല ലോകത്ത്. ഇപ്പൊ നമ്മളൊരു മന്ത്രിയോട് വഴക്കിട്ടെന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇതാണ്, ഡോണ്ട് തിങ്ക് ദാറ്റ് എനി ചെയർ ഈസ് ബിഗർ ദാൻ യു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീർന്നു. ഇപ്പൊ ഞാൻ അംബാസഡർ വാഷിംഗ്ടണിൽ ഇരിക്കുന്നു, ഈ ജോലി എനിക്ക് പോയി കൂടാ, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം, ഔട്ടർ മംഗോളിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ യു കനോട്ട് ഫങ്ഷൻ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നവരോട് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കണം, തിരുവനന്തപുരം കളക്ടറായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ തിരുവനന്തപുരം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിഷമാണ്. അപ്പം then you have to play the second fiddle to the politician. Correct. But I don't mind going to Wayanad as a district collector. I don't mind becoming controller of weights and measures. എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. Absolutely. I think അതൊരു വലിയൊരു പോയിന്റ് ആണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു അതിപ്പോ ഒരു സിവിൽ സർവന്റ് എന്നുള്ളതല്ല, ഏതൊരു ഫീൽഡിൽ ഇരുന്നാലും ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ബിക്കോസ് ആസ് ലോങ് as you think that അയ്യോ എനിക്ക് ഈ ജോലി കംഫർട്ടബിൾ ആണ്, ഇത് പോരുത് എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് പലയിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ? വെച്ചാൽ പ്രയാസമാണ്. അപ്പോൾ പൊളിറ്റീഷ്യൻസ് വിൽ മാനിപ്പുലേറ്റ് യു. അതില്ല, നമ്മുടെ ഒരു കസേരയും നമ്മളെക്കാൾ വലുതല്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സാറിനെ കോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വാചകത്താൽ സാറിനെ കോട്ട് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഇത് എനിക്ക് ടോട്ടലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാചകമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. സോ സാറിന്റെ അടുത്ത് ഇപ്പോൾ ഗ്രൂമിങ്ങിന് വരുന്ന കുട്ടികളുണ്ട് എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇവിടെ ഉള്ള ആൾക്കാർക്കും സാറിന്റെ അടുത്ത് വരാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ shall I give out this number and can they contact you? Well, Srividya is the right person. Yeah, so Srividya, the mic is on there. So if you could just, Srividya നേരത്തെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. She's a motivational speaker who motivated all of us actually. ഒരൊറ്റ മണിക്കൂർ കൊണ്ട്. So again, she called me and then she said, sir, ഇവിടെ ഉണ്ട് ടൗണിൽ, and she would like to bring you here. So I was all the more happy about it. So Srividya, a little bit about the grooming session. Yeah, sirne വെച്ചിട്ട് like actually we are planning a program called LEAD. Learn, Excel, Achieve, Develop. അതാണ് actually LEAD എന്ന് പറയുന്നത്. It will be a grooming session for the children from the 7th grade. Okay. 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. എല്ലാ കരിയറിലേക്കുമുള്ള ഒരു ഗ്രൂമിംഗ് ആണ്, ബട്ട് സ്പെഷ്യൽ ഫോക്കസ് ഓൺ സിവിൽ സർവീസ്. ആക്ച്വലി അതിന്റെ പാറ്റേൺ ലക്കിലി അംബാസഡർ TP ശ്രീനിവാസൻ. സോ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയും അദ്ദേഹത്തിന്റെ ഒരു മെത്തഡോളജിയിലുമാണ് നമ്മൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കുട്ടികളെ ഗ്രൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് മോർ ഓവർ ഹി റൺസ് എൻ അക്കാഡമി ഇൻ ട്രിവാൻഡ്രം, ബാക്ക് ഇൻ ട്രിവാൻഡ്രം. സോ 12ാം ക്ലാസ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് പിടിച്ചേൽപ്പിക്കാൻ ഒരു കൈയുണ്ട് അവിടെ. ഓക്കെ. ആൻഡ് ആ 12ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന്, അതായത് കാലിബ്രി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഓർഗനൈസേഷൻ ഇവിടെ ടേക്ക് കെയർ ചെയ്യും. അതിനുശേഷം ആൻഡ് ആ സമയത്തും വിൽ ബി ഹാവിംഗ് ദ സപ്പോർട്ട് ഫ്രം അംബാസിഡർ. സോ അദ്ദേഹം ഇടയ്ക്ക് വരും, അദ്ദേഹം കുട്ടികളെ അഡ്രസ് ചെയ്യും, പാരന്റ്സിനെ അഡ്രസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി എ ടോട്ടൽ ഗ്രൂമിംഗ് സെഷൻ. അതിനുശേഷം അദ്ദേഹം ഫുൾ ഹാൻഡിൽ ചെയ്യും എന്ന രീതിയിലാണ്. വെരി നൈസ്. സോ ഹൗ ഡു ദേ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു? ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ദേ കൻ കോൾ മീ ഡയറക്ട്ലി. മൈ നമ്പർ ഇസ് 055. One second, you will be bombarded with calls if you are willing to
be, willing to attend calls even at 12 in the night, ഈ നമ്പർ കൊടുക്കാം. No worries, but I think സാറിനെ പോലെ ഒരാളുടെ ഗ്രൂമിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ it's not an easy task at all. Yeah, okay. So, it is 05518565661, or else you can mail me sree@calibryedu.com. SREE at CalibriEdu, CALIBRI EDU, CalibriEdu.com. sree@calibryedu.com. All right. അപ്പോൾ താങ്ക് യു വെരി മച്ച് സർ. ഇവിടെ വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് മേ യു കണ്ടിന്യൂ ടു ഇൻസ്പയർ മോർ ആൻഡ് മോർ ചിൽഡ്രൻ ദ കമ്മിങ് ജനറേഷൻ as well. Thank you so much, Srividya, for bringing him here. And the doors are always open for you, as I keep saying. Okay? Thank you so much. And moving on, അടുത്തതായിട്ട് ഇനി നമ്മൾ ന്യൂസ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്.